അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പുതിയ സൂത്രവാക്യമാണ്. മതങ്ങൾക്കെല്ലാം അപ്പുറം, ധർമ്മങ്ങൾക്കെല്ലാം അപ്പുറം സ്വന്തം ആത്മാവിനെ കുറിച്ചുള്ള ഒരു സൂത്രവാക്യം. ഇതിന് നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള വലിയ സമ്പത്ത് വേണം എന്നത് ആവശ്യമില്ല. നിങ്ങൾ പണക്കാരനോ പാവപ്പെട്ടവനോ എന്ന് ഇത് നോക്കുന്നില്ല. നിങ്ങൾ പണ്ഡിതനാണോ പാമരനാണോ എന്നത് നിങ്ങൾ നോക്കുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും വെളുത്തവനാണോ കറുത്തവനാണോ എന്നത് നോക്കുന്നില്ല. ഈ സൂത്രവാക്യം നിങ്ങൾ ഒരു മനുഷ്യനാണോ മനുഷ്യജീവിയാണോ എന്ന് മാത്രമാണ് പരിശോധിക്കുന്നത്. അങ്ങനെ ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശാശ്വതമായ സമാധാനത്തിന് അർഹനാണ് എന്നാണ് ഈ സൂത്രവാക്യം പറയുന്നത്. സോ ഹ്യൂമൻ ടെക്നോളജി എന്ന് പറയുന്നത് സമാധാനത്തിൽ മാത്രം അർപ്പിതമായ ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ ശാസ്ത്രം പഠിപ്പിക്കുന്നില്ല, പക്ഷേ ശാസ്ത്രത്തിന്റെ പോരായ്മകളെ നമ്മൾ ചൂണ്ടിക്കാണിക്കും. മതങ്ങളുടെ പോരായ്മകളെ നമ്മൾ ചൂണ്ടിക്കാണിക്കും. ശൂന്യതയിൽ നിന്നും ഒരു ബിഗ് ബാങ് തിയറിയിലൂടെ, ഒരു പൊട്ടിത്തെറിയിലൂടെ ഈ ഭൂമിയും ഈ പ്രപഞ്ചവും എല്ലാം ഇവിടെ ഉണ്ടായി. സൂര്യൻ കൃത്യസമയത്ത് ഉദിക്കുന്നു, കൃത്യസമയത്ത് അസ്തമിക്കുന്നു, ചന്ദ്രൻ വരുന്നു, അങ്ങനെ ഗ്രഹങ്ങളെല്ലാം കൃത്യമായി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നു, മനുഷ്യനുണ്ടാകുന്നു, ജീവജാലങ്ങൾ ഉണ്ടാകുന്നു, മരങ്ങൾ ഉണ്ടാകുന്നു. ഇതെല്ലാം ഉണ്ടായി വരുന്നു. ഇതെല്ലാം ഉണ്ടാക്കിയ ആളോട് പറയുകയാണ്, എന്നാ ഒരു പണി ചെയ്യ്, ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടാക്കി കാണിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ എങ്ങനെ തോന്നുന്നു എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അങ്ങനെ പറയാൻ എങ്ങനെ തോന്നുന്നു? ഈ കടല് മുഴുവൻ സൃഷ്ടിച്ച്, മഴയായ മഴ മുഴുവൻ. എന്നാൽ ഒരു പണി തിരിച്ച് നമുക്ക് ശാസ്ത്ര കുതുകികളായ മനുഷ്യരോട് ചോദിക്കാനുള്ളത്, നിങ്ങളൊന്ന് മഴ പെയ്ത് കാണിക്ക്, ഇല്ലെങ്കിൽ ഒരു ഭൂമിയെ വേറെ ഒന്ന് സൃഷ്ടിച്ച് കാണിക്ക്. വേണ്ട, എന്നും പോട്ടെ, ഒരു മനുഷ്യനെ ഒന്ന് സൃഷ്ടിച്ച് ഉണ്ടാക്കി കാണിക്ക്. ശൂന്യതയിൽ നിന്നും ഒരു ബിഗ് ബാങ് ഉണ്ടാക്കി ഒരെണ്ണം ഉണ്ടാക്കി കാണിക്ക്. ഇത്രേ ചോദിക്കാനുള്ളൂ. വെരി സിമ്പിൾ ആണ്. നേരെ തിരിച്ച് ഇങ്ങോട്ട് ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ് ചോദിക്കാനുള്ളത്. ഒന്ന് കാണിച്ചതാ. അപ്പോ ആ വാദം ഒരിക്കലും അവസാനിക്കുന്നതല്ല. അത് മതവാദികളും നിരീശ്വരവാദികളും തമ്മിലുള്ള ചോദ്യമാണ്. അതൊരിക്കലും അവസാനിക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ എന്താണ് സത്യമുള്ളത് എന്ന് മാത്രമാണ് മനുഷ്യൻ അന്വേഷിക്കേണ്ടത്. അതാണ് ഹ്യൂമൻ ടെക്നോളജിയുടെ സൂത്രവാക്യം. അവർക്ക് ഒരിക്കലും നിശബ്ദതയെ സ്നേഹിക്കാൻ കഴിയില്ല, നിശബ്ദമായി ഇരിക്കാൻ കഴിയില്ല. ഇനി നിശബ്ദമായി ഇരിക്കുന്നതാണ് സത്യമെന്ന് വിശ്വസിക്കുകയും ചെയ്യരുത്. ഇവിടെ ഒരു അന്വേഷകൻ, ഒരു യാത്രക്കാരൻ എന്ന് പറയുന്നത് സത്യം തേടിയുള്ള ഒരു യാത്രയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പുസ്തകമോ ഒരു ക്ലാസ്സോ ഒരു കണ്ണടച്ചിരിക്കുന്നതോ അല്ല സത്യം. നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്താണോ അതാണ് സത്യം എന്ന് ആദ്യം മനസ്സിലാക്കണം. ഉള്ളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഒരുത്തിനെ ദ്രോഹിക്കണം എന്നാണെന്നുണ്ടെങ്കിൽ അതാണ് നിന്റെ ഉള്ളിലുള്ളത്. ഉള്ളിൽ എല്ലാവരോടും സ്നേഹമാണ് എന്നുണ്ടെങ്കിൽ അതാണ് നിന്റെ ഉള്ളിലുള്ള, അത് മാത്രമാണ് സത്യം. അത് മാത്രമാണ് സത്യം. അവിടെയാണ് നിങ്ങൾ തിരിച്ചറിവ് എന്നുണ്ടാകേണ്ടത്. അല്ലാതെ ശാസ്ത്രം പഠിച്ചുകൊണ്ട് എന്ത് നേടാനാണ്? എന്റെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ച പല കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല.
നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉദാഹരണത്തിന് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഈ ലസാഗു, ഊസാഗു, പൈതഗോറസ് സിദ്ധാന്തം, ഏഹ് ഇതൊക്കെ ഉപയോഗിക്കേണ്ട ഒരു, അതായത് നമ്മൾ നോർമലി അത് വെച്ച് അങ്ങനെ കണക്കൂട്ടി ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഏഹ് അതെന്തിനു പഠിച്ചു എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അപ്പൊ അങ്ങനത്തെ പഠിപ്പിക്കലാണ് എന്നുണ്ടെങ്കിൽ ഇനിയും പഠിച്ചോളൂ. അതിനൊന്നും നമുക്ക് ആർക്കും ഒരു തടസ്സമില്ല. നിങ്ങൾക്ക് ആർക്കും ശാസ്ത്രം പഠിക്കാം. ആവശ്യമുള്ളത് എന്താണ് മനുഷ്യന്? മനുഷ്യന് സമാധാനമാണ് ആവശ്യം, സ്നേഹമാണ് ആവശ്യം. ഈ ലോകം മൊത്തം ഇല്ലാത്തതും അതാണ്. പരസ്പരം പ്രശ്നമുണ്ടാക്കുന്നവർ, പരസ്പരം ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർ, സമാധാനമായിരിക്കുന്ന ഒരു സമൂഹത്തിലോട്ട് വന്ന് കല്ലെറിയുന്നവർ. എടാ ഞാനിവിടെ ഒരു സമാധാനം ഇല്ലാതെ ഇരിക്കുകയാണ്, അന്നേരം കുറെ പേര് സമാധാനം സമാധാനം സ്നേഹം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതിനെ ഒന്ന് ഉപദ്രവിക്കുന്നത്. എന്താണ് അതിന്റെയൊക്കെ അർത്ഥം? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചത്തിന് ഒരു ശ്വാസമുണ്ട്. ഈ പ്രപഞ്ചത്തിന് ഒരു ശ്വാസമുണ്ട്, ദിവ്യമായ ഒരു ശ്വാസം. എല്ലാം അത് ശ്വസിക്കുന്നുണ്ട്. അത് മരങ്ങളായാലും ശരി, മനുഷ്യനായാലും ശരി. അതിൽ മറഞ്ഞിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. മനോപൂജ എന്ന് പറഞ്ഞാൽ മനസ്സിനെ പൂജിക്കുക എന്നുള്ളതാണ്. അത് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ, അതാണ് വിഷ്വലൈസേഷൻ, അതാണ് അഫർമേഷൻ. മനുഷ്യന്റെ യഥാർത്ഥമായ ഇത്, അതുകൊണ്ടാണ് നമ്മൾ ഇതിനൊന്നും പ്രയർ എന്ന് പറയാത്തത്. ഇതൊരിക്കലും ഒരു പ്രയർ അല്ല. ഇറ്റ്സ് എ പ്രോസസ്. പൂർണ്ണമായ സമർപ്പണം എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അത് കണ്ണടച്ചിരിക്കുന്നതിലൂടെയോ ശ്വാസം വലിച്ചു വിടുന്നതിലൂടെയോ എന്തെങ്കിലും മന്ത്രങ്ങൾ പറഞ്ഞ് അഫർമേഷൻസ് പറയുന്നതിലൂടെയോ അത് അല്ലെങ്കിൽ എന്തെങ്കിലും രൂപങ്ങൾ എന്ന വിഷ്വലൈസേഷനിലൂടെയോ കിട്ടുന്നതല്ല. ഇറ്റ് ഈസ് 100% അഡ്വാൻസ്ഡ്. അത് 100% അഡ്വാൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മനുഷ്യന്റെ ടെക്നോളജി എന്ന് പറയുന്നത്. ഈ പറയുന്നതെല്ലാം മനുഷ്യൻ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ച ഒരു ശ്വാസമുണ്ട്. അതാണ് ഇതിന്റെ സീക്രട്ട്. പല സീക്രട്ടുകളുണ്ട്. അതിലൊരു സീക്രട്ടാണ് ബിഗ് ബാങ് എന്ന് പറയുന്ന ശ്വാസം. ലോകങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു ശ്വാസം. നിങ്ങൾ ഈ ഫോളോ ചെയ്യുന്ന സകല മോട്ടിവേഷനും വിഷ്വലൈസേഷനും അഫർമേഷനും, അതായത് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ്? രൂപോപാസനയാണ്. രൂപോപാസനയാണ് വിഷ്വലൈസേഷൻ. ഒരു രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് അതിനെ ഉപാസിക്കുക. നമുക്ക് എന്താണോ വേണ്ടത് അതിനെ കണ്ടുകൊണ്ട് നമ്മൾ അതിനെ പ്രാർത്ഥിക്കും. മന്ത്രങ്ങൾ, അഫർമേഷൻസ്. എന്താണ്? അഫർമേഷൻസ് ആണ് മന്ത്രങ്ങൾ. അഫർമേഷൻസ് എങ്ങനെയാണ് ഉണ്ടാകുക? അഫർമേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ, നിങ്ങളിപ്പോ അയാം റിച്ച്, അയാം റിച്ച്, അയാം റിച്ച് എന്ന് പറയുന്ന ഒരു മന്ത്രമാണ്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റേതെങ്കിലും ഭാഷയിൽ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതും ഒരു മന്ത്രമാണ്. എന്തോ നേടാൻ വേണ്ടിയുള്ള ഒരു മന്ത്രം. അതിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതെല്ലാം ഓൾഡ് സ്കൂളാണ്. പ്രാർത്ഥനയ്ക്കും മന്ത്രങ്ങൾക്കും എല്ലാ വേദങ്ങൾക്കും മുമ്പ് ശ്വാസമുണ്ടായിരുന്നു. സൃഷ്ടി ശബ്ദത്തിൽ നിന്ന് ആരംഭിച്ചതല്ല, അത് ദിവ്യ ശ്വസനത്തിൽ നിന്നാണ് ആരംഭിച്ചത്. അഫർമേഷനും വിഷ്വലൈസേഷനും മാനിഫെസ്റ്റേഷനും എല്ലാം പവർ ഉണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ അത് ചൂസ് ചെയ്യുന്നു? അതിനേക്കാൾ വലിയ പവർ നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ. മന്ത്രങ്ങൾക്കും രൂപങ്ങൾക്കും മനസ്സിനും
പിശാചിനും ഈഗോയ്ക്കും എല്ലാത്തിനും ശക്തിയുണ്ട്. എന്തിനു നിങ്ങൾ ചൂസ് ചെയ്യുന്നു അത്? വളരെ നല്ല ഹൈ പവർ ആയിട്ടുള്ള ഒരു സംഭവം ഉള്ളപ്പോൾ നിങ്ങളൊരു വിശ്വാസിയാണ് എന്നുണ്ടെങ്കിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അഫർമേഷനുകളെക്കാളും നിങ്ങളുടെ വിഷ്വലൈസേഷനുകളെക്കാളും നിങ്ങളുടെ കർമ്മങ്ങളെക്കാളും എല്ലാത്തിനേക്കാളും പവറുള്ള വേറൊരു സാധനം ഉണ്ടല്ലോ നിങ്ങളുടെ കൂടെ. നിങ്ങൾ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ കള്ളം പറയുന്ന സർവശക്തനായ ഈശ്വരൻ. അപ്പോ നിങ്ങൾ പറയും അത് വലിയ പണ്ഡിതന്മാർക്കുള്ളതാണ്. അല്ല, ഈശ്വരൻ പണ്ഡിതന്മാർക്കുള്ളതല്ല. അവര് പ്രാർത്ഥിച്ചാലേ കിട്ടുള്ളൂ. അല്ല, യു ആർ ചൂസൺ. യു ആർ ചൂസൺ. ശരിക്കും നമ്മുടെ കയ്യിലുള്ള പവർ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. ആ നിങ്ങളുടെ രഹസ്യമാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ആ ക്യൂരിയോസിറ്റി നല്ലതാണ്. എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു സത്യമുണ്ട്. അതാണ് ഇതിന്റെ സീക്രട്ട്. കംപ്ലീറ്റ് സീക്രട്ട് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. പക്ഷെ അത് കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്ത് സമർപ്പിച്ച് നിങ്ങൾ ഈ വഴിയിലൂടെ മുന്നോട്ട് സഞ്ചരിക്കണം. നിങ്ങൾ തെളിയാത്ത ഒരു സൂര്യനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തെളിയാൻ തുടങ്ങണം. കൃത്യമായി എങ്ങനെയാണോ ഒരു സൂര്യനും ചന്ദ്രനും വരുന്നത് അതുപോലെ നിങ്ങളും വരാൻ തുടങ്ങണം. നിങ്ങൾക്ക് മാത്രം എന്താണ് റൂൾസ് ഇല്ലാത്തത്? നിങ്ങൾക്ക് മാത്രം എന്താണ് തോന്നിയാവസ്ഥ ഉള്ളത്? പൂർണ്ണമായിട്ടും സമർപ്പിച്ച് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും പറയുന്ന ഒരു ശബ്ദത്തെ നിങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. ആ ശബ്ദം എപ്പോഴും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ലത് മാത്രമാണ്. നിങ്ങൾ ഡീപ്പായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ചു നോക്കി. വേണ്ട, ആരെ ഉപദ്രവിക്കാൻ പോണ്ട, എനിക്ക് എന്റെ കാര്യം മതി എന്നാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വീണ്ടും നിങ്ങൾ അത് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതാരുടെ കുഴപ്പമാണ്? അതാരുടെ കുഴപ്പമാണ്? നിങ്ങൾ മറ്റുള്ളവർക്ക് ഭക്ഷണം ദാനം ചെയ്യുക, പൈസ ദാനം ചെയ്യുക, നല്ലത് പറയുക, നല്ലത് പ്രവർത്തിക്കുക, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക. ഒരിക്കൽ എന്നോട് വന്ന് പറഞ്ഞാണ് വീട്ടുകാരെ അയലോക്കക്കാർക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ് അയലോക്കക്കാരായിട്ട്. ഞാൻ പറഞ്ഞു സ്വന്തം വീട്ടിലുള്ളവരെ സ്നേഹിക്കുന്നത് പോലെ അയലോക്കക്കാരെ സ്നേഹിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതാണ് സമർപ്പണം. വീട്ടിലുള്ളവര് വേറെ പുറത്തുള്ളവര് വേറെ എന്ന് കാണുമ്പോഴാണ് വ്യത്യാസം. ഇത് രണ്ടും വ്യത്യാസമില്ല. മനുഷ്യനും മനുഷ്യനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. സൃഷ്ടി ഒരിക്കലും ശബ്ദത്തിൽ നിന്നല്ല, അത് ദിവ്യമായ ഒരു ശ്വാസത്തിൽ നിന്നാണ്. പതിയെ പതിയെ തന്നെ ഡിറ്റാച്ച് ആവുള്ളൂ. ഒരു വലിയ ഫെവിക്കോളും കൊണ്ട് ഒട്ടിപ്പിടിച്ച സാധനം ഒറ്റയടിക്ക് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തൊലി മുറിഞ്ഞു പോകും, അല്ലേ? തൊലി അവിടെ പറ്റി പിടിച്ചിരിക്കും, ചീന്തി പോകും. അതുകൊണ്ട് വളരെ പതുക്കെ ആദ്യം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് പതിയെ 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 വിടിയിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഒറ്റയടിക്ക് വിടിയിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യരുത്. ഇന്ന് അങ്ങോട്ട് കയറി നാളെ ആയിക്കോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആവാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണത്. എന്താണ് പ്രാണ, അല്ലെങ്കിൽ നഫ്സർ റഹ്മാൻ, അല്ലെങ്കിൽ സ്പിരിറ്റ് റുവാജ് എന്നൊക്കെ നിങ്ങളുടെ മൂന്ന് ധർമ്മങ്ങളിലും പറയുന്നത് എന്താണ്? അതാണ് സൃഷ്ടിയുടെ ആരംഭം. ഒരു വലിയ ബാങ്ക് ഉണ്ടായതേ പറയുന്നുള്ളൂ. ആ ബാങ്കിലാണ് ശബ്ദം ഉണ്ടായത്. അതിനു മുമ്പുണ്ടായിരുന്നത് എന്താണ്? ആ ബാങ്കിലേക്ക് നയിച്ചത് എന്താണ്? അതാണ് നിങ്ങളിലേക്ക് ഊതി എന്ന് പറയുന്ന സാധനം. ഊതി എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എങ്ങനെയാ വിചാരിച്ചേ? ആ, ഒരു കുഴലൊക്കെ പിടിച്ചിട്ട് ദൈവം എങ്ങനെ ഇരുന്നിട്ട് ഫൂ എന്ന് ഊതി. അവിടെയും നിങ്ങൾ ശരീരത്തെ ചേർത്ത് വെച്ചുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്. അവിടെയാണ് സൃഷ്ടി എങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലാവാതിരുന്നത്.
ഹിന്ദു വിശ്വാസത്തിൽ ധർമ്മത്തിൽ ഇതിനെ പ്രാണ എന്ന് വിളിക്കുന്നു. അതുകൊണ്ടാണ് ശ്വാസം പവിത്രമാണ് എന്ന് പറഞ്ഞത്. നഫ്സർ റഹ്മാൻ, കരുണാമയന്റെ ശ്വാസം. നഫ്സ് എന്നാണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്നത് കരുണാമയന്റെ ശ്വാസം എന്നാണ്. റൂഹിനെ ഊതി എന്നാണ് പറയുക. ക്രിസ്ത്യാനിറ്റിയില് സ്പിരിറ്റ്സ്, സ്പിരിറ്റസ്, റുവാച്ച്, ജീവൻ ശ്വസിക്കുന്ന പരിശുദ്ധാത്മാവ്, ഇതെല്ലാം എവിടെയാണ്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഈ പ്രപഞ്ചത്തിലൂടെ അല്ല പോകുന്നത്, പ്രപഞ്ചം നിങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾ വായു ശ്വസിക്കുക മാത്രമല്ല, പ്രപഞ്ചം നിങ്ങളിലൂടെ ശ്വസിക്കുകയാണ്. ശരിക്കും നിങ്ങൾക്ക് ഡീപ്പായിട്ട് നോക്കിയാൽ അത് മനസ്സിലാവും. ആ, അവിടെയാണ് പരിശുദ്ധാത്മാവ് എവിടെയാണ് കുടികൊള്ളുന്നത് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. യേശു യുദ്ധം ചെയ്തു, അർജുനൻ യുദ്ധം ചെയ്തു, മുഹമ്മദ് നബി യുദ്ധം ചെയ്തു എന്ന് പറയുമ്പോൾ ആ യുദ്ധം ആളെ കൊല്ലുന്ന ഒരു ഇതിലേട്ടല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഡിറ്റാച്ച്മെന്റ്, ഡിറ്റാച്ച്മെന്റ്. യേശു 40 ദിവസം മാറി നിന്നു. യുദ്ധമായിരുന്നു, കൊടും യുദ്ധം. ഏഹ് യോഹന്നാൻ എന്തിനോടാണ് യുദ്ധം ചെയ്തത്? തന്റെ ഉള്ളിലുള്ള പൈശാചികതയോടാണ് യേശു യുദ്ധം ചെയ്തത്. മറ്റേ ദൈവത്തിനോട് യുദ്ധം ചെയ്ത ഒരു സംഭവം പറയുന്നുണ്ട്. അത് ഉള്ളിലുള്ള ദൈവത്തോടാണ് യുദ്ധം ചെയ്യണത്. ഉള്ളിലുള്ള ദൈവത്തോട് ഉള്ളിലുള്ള മനുഷ്യൻ. അതാരാണ്? യോഹന്നാനം. ദൈവത്തോട് യുദ്ധം ചെയ്തു എന്നാണ് എല്ലാരും വായിക്കണത്. അപ്പൊ എന്നാ കാണുന്നത്? ദൈവത്തോട് ഗുസ്തി പിടിച്ചു. ദൈവത്തോട് ഗുസ്തി പിടിച്ചു. മനുഷ്യന്റെ ഉള്ളിലുള്ള ദൈവത്തോടാണ് ഗുസ്തി പിടിച്ചത്. മനുഷ്യന്റെ ഉള്ളിലുള്ള മനുഷ്യൻ. അത് തിരിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ബൈബിൾ വായിക്കുന്നത്? എങ്ങനെയാണ് ഖുറാൻ വായിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ഗീത വായിക്കുന്നത്? ഇത് മനസ്സിലാക്കാൻ യാക്കോബ്, യാക്കോബ്. അപ്പൊ അത് വായിച്ചിട്ട് പറയും, കണ്ടടവേ, ദൈവത്തോട് യുദ്ധം ചെയ്തു, എന്നടവേ ഇത് എന്നാ എഴുതി വെച്ചേക്കണെന്ന് ചോദിക്കും നിരീശ്വരവാദികളും യുക്തിവാദികളും. കാരണം നിങ്ങൾ അവതരിപ്പിക്കുന്നത് അങ്ങനെയാണ്. അവതരണം മാറണം. അവതരണം മാറണം. നിങ്ങൾ അപ്പോഴും ഈ ശാരീരികപരമായി ഏതോ ഗോത്രവർഗക്കാർ എഴുതി വെച്ച യുദ്ധപ്പെരുമകളിലേട്ടാണ് നിങ്ങൾ പോണത്. അതൊന്നും അറിയേണ്ട ആവശ്യം പോലും ഒരു മനുഷ്യനില്ല. ആരോ എവിടെ എന്തോ യുദ്ധം ജയിച്ചതിന് എന്ത് എന്ത് സംഭവം? അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന ഒരു ഘടകമല്ല. എന്നിട്ടും നിങ്ങൾ അതിൽ ഊറ്റം കൊള്ളുകയാണ്. അതായി തീരാൻ പരിശ്രമിക്കുകയാണ്. ഒരിക്കലും കഴിയൂല. കാരണം അതല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രാണ എന്ന് പറയുന്നത് സർവത്രീയ ജീവശക്തിയാണ്. പ്രാണൻ ചലനത്തിലുള്ള ബ്രഹ്മമാണ്. ചലനത്തിലുള്ള ബ്രഹ്മം, അതായത് എന്തിനെയാണോ ദൈവം ഇവിടെ ഇവിടെ തെളിയിക്കാൻ ശ്രമിക്കുന്നത്, നിങ്ങളിലൂടെയാണ് ആ ദൈവീകത. അത് സാർവത്രിക ജീവശക്തിയാണ്. എന്തിനേയും നിങ്ങൾ സബ്ജക്റ്റീവ് ലെവലിൽ എടുക്കണം. ഒബ്ജക്റ്റീവ് ലെവലിൽ എടുക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. എല്ലാം ഒബ്ജക്റ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. ശാസ്ത്രത്തിന്റെ മുഴുവൻ ഭാഗവും ഒബ്ജക്റ്റീവാണ്. പ്രാണൻ ചലനത്തിലുള്ള ബ്രഹ്മമാണ് എന്ന് പറഞ്ഞ് യോഗി ഗുരുക്കന്മാർ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ശ്വാസം എന്ന് പറയുന്നത് ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും കണക്ട് ചെയ്യുന്നു. അപ്പോൾ മനസ്സിന് നിയന്ത്രണം ഉണ്ടാകുന്നു. എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിക്കണ്ട, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ? അതാണ് ഏറ്റവും വലിയ സാധന.
ഒരു മനുഷ്യൻ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഈ ചെറുതും വലുതുമായ ആലോചനകൾ നിർത്തുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്നത്, ഫീൽ ചെയ്യുന്നത്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്. ഒബ്ജക്റ്റീവ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നത്, കാണുന്നത്, തൊടുന്നത്, സ്പർശിക്കുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? ശ്വാസം ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയും കണക്ഷൻ ആവുമ്പോഴാണ് നമുക്ക് വൈബ്രേഷൻ സ്റ്റാർട്ട് ആവുന്നത്. അത് മനുഷ്യനിൽ സംഭവിക്കുന്നതാണ്. സമാധാനം തന്നെ വന്നിറങ്ങും, മഞ്ഞ് പെയ്യുന്നത് പോലെ. സൂക്ഷ്മമായ ചാനലുകൾ ഓപ്പൺ ആകും, നാഡികൾ. സൂക്ഷ്മമായ ചാനലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിനാരിനെ ലക്ഷങ്ങളായി നിങ്ങൾ കീറിക്കഴിഞ്ഞാൽ അത്രയും നൈസായിട്ടുള്ള നാഡികൾ, അല്ലെ? അത് ചിന്തിക്കാൻ പോലും പറ്റൂല. അത്രയോ കാലങ്ങൾക്ക് മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട്. മുടിനാരിനെ കീറി 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 അത്രയും ഇതായിട്ടാണ് ഈ ചാനലുകൾ ഓപ്പൺ ആകുക എന്നുള്ളത്. അത് എത്രയോ അത് അന്ന് കളിയാക്കി, ഇന്നും കളിയാക്കും. പക്ഷെ അപ്പോഴും ആ നിങ്ങളുടെ ഈ ഒരു 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 പ്രക്രിയയിലൂടെ, അല്ലെങ്കിൽ ഈ ഒരു ക്രമത്തിലൂടെയാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ഈ പറയുന്ന പവർ പോയിന്റുകൾ, ചക്രാസ് അല്ലെങ്കിൽ ലത്തായിഫുകൾ എന്നൊക്കെ പറയുന്ന ആ ഭാഗം ഉണർന്നു വരുന്നത്. ഓക്കെ, അതാണ് ഉണർന്നു വരുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം. അല്ലാതെ എന്റെ മുഖവും എന്റെ ശരീരവും എന്റെ സംസാരവും ഒന്നും നോക്കിയിരിക്കരുത്. എന്നെ പുകഴ്ത്തിയിട്ട് ഒരു കാര്യമില്ല, എന്നെ ചീത്ത വിളിച്ചിട്ട് ഒരു കാര്യമില്ല. രണ്ടും ഒരുപോലെയാണ് എനിക്ക്. ഒരു വ്യത്യാസവും ഇല്ല. ഞാൻ ഒരു വ്യത്യാസം കാണുന്നില്ല. മനസ്സിലായില്ലേ? ഒക്കെ ഇവിടെ നടക്കും. ഇവിടെയാണ് നിങ്ങള് ഒരു വിയോഗമില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വിയോഗമില്ല. നിങ്ങൾ എപ്പോഴും യോഗിയാണ്. നിങ്ങൾ യോഗിയായിട്ടാണ് ഇരിക്കുന്നത്. വിയോഗം എന്നൊന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരു മറ വീഴുക മാത്രമാണ് നടന്നിട്ടുള്ളത്. ആ സത്യം നിങ്ങളോടൊപ്പമുണ്ട്. അവിടെ നിങ്ങൾ യോഗിയാണ്. യോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വിയോഗത്തെ തീർത്ത് യോഗത്തെ സൃഷ്ടിക്കുന്നത്. അതായത് വേർപാടിനെ വേർപാടിനെ മാറ്റി ഒന്നിച്ചു ചേരുന്നതിനെ സൃഷ്ടിക്കുന്നതാണ് യോഗി. ചിന്തകൾ അലിഞ്ഞു പോകുന്നത് വരെ നിങ്ങൾ ഇരിക്കുമ്പോൾ ചിന്തകൾ അലിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ശരീരം നിലനിൽക്കുന്നുണ്ടാകും, പക്ഷേ നിങ്ങളുടെ ഈ സത്വം, ഐഡന്റിറ്റി മങ്ങിപ്പോകും. ആ സമയം നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ശ്വസിക്കുന്നില്ല, നിങ്ങളെയാണ് ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ കാലദൈർഘ്യം എന്ന് പറയുന്നത്, ആ ഒരു ഘട്ടത്തിലേക്ക് എത്താനുള്ള കാലദൈർഘ്യം എന്ന് പറയുന്നത് ശരിക്കും ഒരു 41 ദിവസം മതി. പക്ഷെ നമ്മൾ ചെയ്തു വച്ചിട്ടുള്ള പല കർമ്മങ്ങളുണ്ട് ഈ ജന്മത്തിൽ തന്നെ. അതിനെ നമ്മൾ എത്രത്തോളം വിട്ട് സറണ്ടർ ചെയ്യുന്നുവോ അത്രത്തോളം എളുപ്പമാകും. നമ്മളെ ശ്വസിക്കുന്നത് ഒരു വലിയ പുള്ളി ഇങ്ങനെ ഇരുന്നിട്ട് മൂക്കിക്കട ഇങ്ങനെ ശ്വസിക്കുകയും പുറത്തേട്ട് വിടുകയും ചെയ്യാണ്. വലിയ പുള്ളി ഇങ്ങനെ ഇരിക്കുകയാണ്, ഇരുന്നിട്ട് മൂക്കിക്കട ഇങ്ങനെ ശ്വസിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. എന്തുകൊണ്ടാണ് നമ്മളെ ശ്വസിക്കുന്നത് ആരാണ് എന്ന ചോദ്യം ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു രൂപം നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ രൂപം പോകാത്തിടത്തോളം കാലം നിങ്ങൾക്ക് തടസ്സം ഉണ്ടാവും. തങ്ങള് മനസ്സിലാക്കേണ്ട അവിടെയാണ്. എന്ത് ഈ ചോദ്യം കണക്ട് ചെയ്യുക. ആൻസറായി. അതായത് മുകളിലെ ചോദ്യം താഴത്തെ ചോദ്യം തമ്മിൽ കണക്ട് ചെയ്യുക. ആരാണ്? അവിടെ ഒരു രൂപം.
ഓട്ടോമാറ്റിക്കലി ഫിക്സ് ചെയ്യുകയാണ് മനസ്സ്. ആരോ ഇങ്ങനെ ശ്വസിച്ച് പുറത്തേക്ക് വിടുന്നു എന്ന രൂപം. ആ പൂർണ്ണതയിലെത്താനുള്ള കാലതാമസം ഈ കർമ്മങ്ങളിലൂടെ ഉണ്ടാകുന്ന ഈ രൂപങ്ങളാണ്. ഇത് നമുക്ക് തെറ്റു പറയാൻ പറ്റൂല. തെറ്റു പറയാൻ പറ്റൂല നമുക്ക്. ഈ ചോദ്യം കറക്റ്റാണ്. കാരണം ആ ചോദ്യം ഉണ്ടായി വരുന്നത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ്, അല്ലെ നമ്മൾ പഠിച്ചിട്ടുള്ളതിൽ നിന്നാണ്. കാരണം നമ്മൾ അതായി കാണാൻ അതായി കാണാൻ ആരും തയ്യാറല്ല. അവൻ, അവൾ ആയി കാണാനാണ് തയ്യാറ്. അവിടെയാണ് പ്രശ്നം. മനുഷ്യൻ അവനും അവളും ആയതുകൊണ്ട് തന്നെ അവനെയും അവളെയും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പാടില്ല. അത് പാടില്ല. അപ്പൊ ഫാസ്റ്റ് ആവും. ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ നമ്മളെ ഇത് ഗ്രാസ്പ് ചെയ്ത് കൊണ്ടുപോവാണ്, നമ്മളിങ്ങനെ വലിച്ചു കൊണ്ടുപോവാണ് എന്നുള്ള ബോധ്യം നമ്മളുടെ ഉള്ളിലുണ്ടാകുമ്പോൾ നമ്മൾ ഇതെല്ലാം വിടും. എല്ലാം വിടുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഭയങ്കര ഫാസ്റ്റ് ആവും. അതാണ് ആ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഒരു റോഡിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഒരു ബോധമുണ്ട്, ഈ ഭൂമി എപ്പോഴും പുതിയ പുതിയ ഒരു തലത്തിലേക്ക് ഇത്രയും വർഷങ്ങളായി, ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഭൂമി, അല്ലെ? ഒരു നിമിഷം പോലും പോയ സ്ഥലത്തേട്ട് തിരിച്ചു പോയിട്ടില്ല. ഒരു സെക്കൻഡ് പോലും പോയ സ്ഥലത്തേട്ട് തിരിച്ചു പോയിട്ടില്ല. ഒരു പുതിയ ഒരു അത് ശാസ്ത്രം പറയുന്ന ഒരു ബ്ലാക്ക് ഹോളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പൊ തിരിച്ചു പോയി ഭയങ്കര സ്പീഡിൽ ഒരു സ്ഥലത്തേട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ മാത്രം അവിടെ ബലം പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ ആ ബലം പിടുത്തം വിടണം. അവിടെയെല്ലാം നമ്മുടെ ഈ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള റിയാലിറ്റിയാണ് നമ്മളെ പ്രശ്നം ഉണ്ടാക്കുന്നത്. എല്ലാത്തിനും ഒരു രൂപം വേണം, ഒരു നാമം വേണം എന്ന നിങ്ങളുടെ പ്രശ്നമാണ്. അവിടെ നിങ്ങളെ അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളല്ല ശ്വസിക്കുന്നത്, നിങ്ങളെ ശ്വസിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ പ്രാണായാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണായാമ ആകില്ല. അത് വ്യായാമമല്ല, അതൊരു കൂട്ടായ്മയാണ്. ആരൊക്കെ തമ്മില്? ഞാനും നിങ്ങളും എല്ലാരും തമ്മില്, അല്ലേ? നിങ്ങൾ ശ്വസിച്ച് പുറത്തേക്ക് വിടുന്നത് തന്നെയല്ലേ ഈ ശ്വാസത്തിലൂടെ തിരിച്ചു വരുന്നത്, അതും പുതിയൊരു എൻവയോൺമെന്റില്. അപ്പൊ ഇത് മൊത്തം ശ്വാസം എങ്ങോട്ടാണ് എടുക്കുന്നത്? അല്ലാതെ ചുമ്മാ പോയിരുന്നിട്ട് എല്ലാം ഒന്നാണ് എന്ന് മനസ്സിലാക്കിയുള്ള പ്രാണായാമയാണ് പ്രാണായാമയാവുള്ളൂ. അല്ലാതെ ആവൂല. അത് വ്യായാമമാവുള്ളൂ. ദൈവം കരുണ ശ്വസിച്ചുകൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. നഫ്സർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ കാരുണ്യത്തിന്റെ ശ്വാസം എന്നാണ് ഇസ്ലാമിക വിശ്വാസികൾ. കാരുണ്യവാന്റെ ശ്വാസം എന്നാണ് പറയാ. കരുണ ശ്വസിച്ചുകൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നാണ് പറയാ. അതുകൊണ്ടാണ് ഈ ശ്വാസത്തിന് ആ ഒരു പ്രത്യേക ഇത് കാണും. ഹൂ എന്നുള്ള ആ ശ്വാസം, ഹൂ, ഓം, ആമേൻ, ആ ശ്വാസത്തിൽ ഒരു പ്രത്യേകത കണ്ടെത്തിയ അതുകൊണ്ടാണ്. യാഹൂ എന്നൊക്കെ പറഞ്ഞ അവർ അതൊരു പ്രാക്ടീസ് ചെയ്തില്ല. അതൊരു പ്രാക്ടീസ് ആണത്. ഓരോ ശ്വാസവും സ്മരണയായി മാറുന്ന പ്രാക്ടീസ് ആണ്. ശ്വാസം അത് ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടല്ല അഡ്വാൻസ്ഡ് ടെക്നോളജിയിൽ നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ഓരോ ശ്വാസവും ഒരു സ്മരണയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഒരു പേര് ഉച്ചരിച്ചുകൊണ്ടല്ല, നാമം ഉച്ചരിച്ചുകൊണ്ടല്ല. ശ്വാസം ഓട്ടോമാറ്റിക്കായി അത് അങ്ങനെയാണ് വരുന്നത്. അത് നിങ്ങൾ എങ്ങനെയൊക്കെ തിരിച്ചാലും എങ്ങനെയൊക്കെ മറച്ചാലും ആ ശ്വാസം അങ്ങനെ തന്നെയാ വരിക. ആ ശ്വാസമാണ് സ്മരണ. ആ ശ്വാസമാണ്, അതാണ് പ്രാണായാമയും നഫ്സർ റഹ്മാൻ എന്ന് പറഞ്ഞ കാരുണ്യവാന്റെ ശ്വാസം എന്നൊക്കെ മിസ്റ്റിക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്ന സംഭവം അതാണ്.
നിങ്ങൾ എത്ര വലിയ തിരക്കിലൂടെ നടന്നു നീങ്ങിയാലും, നിങ്ങൾ എത്ര വലിയൊരു ചന്തയിൽ പോയാലും, എത്ര വലിയൊരു മാളിൽ പോയാലും, എത്ര വലിയൊരു ജനക്കൂട്ടത്തിൽ നിങ്ങൾ നിന്നാലും, നിങ്ങൾ യഥാർത്ഥ പാതയിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാവധാനം നീങ്ങുന്നു. നിങ്ങൾ നിശബ്ദമായി ദൈവനാമത്തെ ശ്വസിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ സമർപ്പിതനായി മാറുന്നത്. ശബ്ദം നിങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. ഉള്ളിൽ ഒരു താളം മാത്രം. ഉള്ളിലൊരു താളം മാത്രം. എന്തോരാളുണ്ടായിക്കോട്ടെ, ഉള്ളിലൊരു താളം. ആ താളം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തെ പ്രസരിപ്പിക്കാൻ കഴിയും. ഇവിടെ ഒന്നും മറച്ചു വെച്ചിട്ടല്ല പഠിപ്പിക്കുന്നത്. ഇവിടെ എല്ലാം ഓപ്പൺ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ഓരോ കെട്ട് അഴിക്കാനേ പറ്റുള്ളൂ. എല്ലാ കെട്ടും കൂടെ ഒരുമിച്ച് അഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കെട്ട് കൂടിപ്പോകും. എല്ലാ കെട്ടും ഒരു ഒരു വലിയ കയറ് കെട്ടിന്റെ ഉള്ളിൽ നിങ്ങൾ പെട്ടുപോയി, മൊത്തം കെട്ടാണ്. എല്ലാ കെട്ടും കൂടെ അങ്ങനെ വലിച്ചു വലിച്ച് അഴിക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂല. കെട്ട് അഴിച്ച് തന്നെ എടുക്കണം. കെട്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. കാരണം ഈ കയറ് നിങ്ങൾക്ക് ആവശ്യമുള്ളതാ. മനസ്സാകുന്ന കയറ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. മനസ്സിനെ മുറിച്ചു കളയോ അല്ല അവിടെ സംഭവിക്കുന്നത്. അതിനെ നമ്മൾ കെട്ടാനും വരിയാനും വലിക്കാനും ഉയർത്താനും പൊക്കാനും ഒക്കെ ഉപയോഗിക്കുകയാണ്. കട്ട് ചെയ്യുന്ന പരിപാടിയാണ് പുതിയ പരിപാടി. ആ പരിപാടിയിൽ ശാശ്വത സമാധാനം കിട്ടില്ല. അതില് ശ്വാസം, ആ കയറിന് നമുക്ക് ആവശ്യമുണ്ട്. എന്താണ് നിങ്ങൾ പ്രസരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രസരിപ്പിക്കുന്നത്. ശ്വാസം, ശബ്ദം നിങ്ങളുടെ ചുറ്റിപ്പറ്റിയാണ്. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ സ്മരണയിലാണ്. ആ ശ്വാസമാണ് നിങ്ങളുടെ പ്രാർത്ഥന, മറ്റതൊന്നുമല്ല. അതാണ് പരിശുദ്ധാത്മാവ്. ദൈവമാതാമിലിട്ട് ജീവശ്വാസം ഊതി, അല്ലെങ്കിൽ റൂഹിനെ ഊതി. ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ ദിവ്യശ്വാസമായി പരിശുദ്ധാത്മാവാണ്. റുവാച്ച് എന്ന എബ്രായ പദത്തിന്റെ അർത്ഥം ശ്വാസം, കാറ്റ്, ആത്മാവ്. റുവാച്ച്. പുരാതന ക്രിസ്ത്യൻ സന്യാസിമാര് പരിശീലിച്ചിരുന്ന ഹൈസികാസം എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അതൊരു പ്രത്യേക രീതിയിലാണ്. ശ്വാസത്തോടു കൂടിയ ഒരു നിശബ്ദ പ്രാർത്ഥന എന്നാണ്. ശ്വസിക്കുക കർത്താവായ ദൈവത്തെ എന്നാണ് അവർ പറയുക. ശ്വാസം വിടുമ്പോൾ എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ദൈവത്തെ ശ്വസിക്കുകയും ശ്വാസം വിടുമ്പോൾ കരുണ കാണിക്കണേ എന്ന് പറയുകയും ചെയ്യായിരുന്നു. അതൊരു ഒരു ഒരു പ്രത്യേകതരം പരിശീലനമാണ്. ഇപ്പൊ നമ്മൾ പ്രാണായാമ പരിശീലിക്കുന്ന പോലെ, അല്ലെങ്കിൽ സൂഫിസത്തില് യാഹു പറഞ്ഞ് പരിശീലിക്കുന്നത് പോലെ. അപ്പൊ ഇതിന്റെയൊക്കെ സിസ്റ്റം ശരിക്കും ആരും മനസ്സിലാക്കിയില്ല. അവരുടേതായ സിസ്റ്റത്തിലൂടെ അവർ ആ ശ്വാസത്തെ പ്രാക്ടീസ് ചെയ്തപ്പോൾ നമ്മൾ അതിനെ അഡോപ്റ്റ് ചെയ്യാൻ നോക്കിയതാണ് പ്രശ്നം. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി വ്യത്യസ്തമാണ്. അഡോപ്റ്റ് ചെയ്യുകയല്ല വേണ്ടത്. അഡോപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് പറ്റും? അവിടെ പോയി സ്റ്റക്കാകും. എല്ലാ കെട്ടും അഴിക്കാൻ പറ്റില്ല. അവിടെയാണ് നിങ്ങൾ സ്വയം പര്യാപ്തരായി മാറേണ്ട. നിങ്ങൾ സ്വയം ഒരു ദൈവപുത്രനാണ് എന്ന് മനസ്സിലാക്കേണ്ട ആ സത്യം. നിങ്ങൾ കള്ളനല്ല, നിങ്ങൾ കൊള്ളക്കാരനല്ല, നിങ്ങൾ വഞ്ചകനല്ല. സത്യത്തില് അതൊക്കെ നിങ്ങളുടെ മനസ്സ് പറയുന്നതാണ്. അതൊന്നും അല്ല നിങ്ങള്. യു ആർ ചൂസൺ. അവിടെയാണ് ഈ യഥാർത്ഥ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലാണ്. ആ ഉള്ളിലുള്ള സത്യത്തെ നിങ്ങൾ കണ്ടെത്തുമ്പോൾ, നിങ്ങൾ അനങ്ങാതെ ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ശ്വാസം മന്ദഗതിയിലാവും. ആരും പറഞ്ഞു ചെയ്യിക്കണ്ട. ഇൻഹെയിൽ, എക്സെയിൽ എന്നൊന്നും പറഞ്ഞറിയിക്കണ്ട. ഓട്ടോമാറ്റിക്കലി ഹൃദയം മൃദുവാകുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അവിടെ നിങ്ങളുടെ വാക്കുകളും ചോദ്യങ്ങളും എല്ലാം അപ്രത്യക്ഷമാകും. അവിടെ ഒരു സാന്നിധ്യം മാത്രം അവശേഷിക്കും.
അവിടെ ഒരു സാന്നിധ്യം മാത്രം അവശേഷിക്കും. യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് ആത്മാവ് അവനെ തന്നെ ശ്വസിക്കുകയാണ്. ആ ശ്വാസത്തെ അവൻ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇനി ശ്വാസം നിങ്ങൾക്ക് ബോധമുള്ളതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ശ്വാസം നിരീക്ഷകനായി മാറുമ്പോൾ എന്ത് സംഭവിക്കും? കംപ്ലീറ്റ് നിങ്ങളുടെ നാഡീവ്യൂഹം ശാന്തമാകും. അഹംഭാവം അയഞ്ഞു പോകും. ശ്വാസത്തിന് എന്ത് വില കൊടുക്കണം? അഹംഭാവം അയഞ്ഞു പോകും. സമയം എന്ന് പറയുന്നത് ഇല്ലാതാകും. സമയം, എന്ത് സമയം? നിങ്ങളുടെ സാന്നിധ്യം, ആ സത്യത്തിന്റെ സാന്നിധ്യം കൂടുതൽ ഡീപ്പായി പോയി. കൂടുതൽ ഡീപ്പായി മാറും. നിങ്ങൾക്ക് ഒരു കാര്യത്തിനും പണം ആവശ്യമില്ല. എത്ര തവണ പറഞ്ഞാലും നിങ്ങളുടെ ഇന്റൻഷൻ ശരിയല്ല. നിങ്ങൾക്ക് പണമേ ആവശ്യമില്ല. നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യൂ. പണം ആവശ്യമില്ല. വണ്ടിക്കൂലി പോലും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ കാണുന്നില്ല അതിനെ. നിങ്ങൾ കുഴപ്പം സൃഷ്ടിക്കാൻ നോക്കുകയാണ്. നിങ്ങളുടെ ഉദ്ദേശം ഇതല്ല. നിങ്ങൾക്കൊരു പണത്തിന്റെ ആവശ്യമില്ല. ഒരു ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോണ്ടാക്ട്. ആ കോണ്ടാക്ട് ചെയ്യാനുള്ള വാതിൽ നിങ്ങൾ കാണുന്നില്ല. കാരണം എന്താണ്? നിങ്ങളുടെ ഉദ്ദേശം ശരിയല്ല. നിങ്ങൾ ചോദ്യം ചോദിച്ച് വേറെ എന്തെങ്കിലും സംസാരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനൊന്നും നടക്കൂല. അത് ചോദിക്കാൻ നിങ്ങൾക്ക് എത്രയോ വേദിയുണ്ട്. അത് ചോദിക്കാതെ ഇവിടെ വന്ന് ചോദിക്കുമ്പോൾ എന്താണ് അതിന്റെ ഉദ്ദേശം? മനസ്സിലായില്ലേ? ആ, ആയിക്കോട്ടെ. നിങ്ങൾ കോണ്ടാക്ട് ചെയ്യ്. ഇത്ര ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾക്ക് ആരെ കോണ്ടാക്ട് ചെയ്യണമെന്ന് പോലും അറിയില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് മെസ്സേജ് ഇടണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഡു യു തിങ്ക്? ഓക്കെ. നിങ്ങൾ ശ്വാസത്തെ നിരീക്ഷിക്കുക. ശ്വാസത്തെ നിങ്ങൾ നിരീക്ഷിക്കുമ്പോൾ നാഡീവ്യൂഹം നിങ്ങളുടെ ശാന്തമാകും. അഹംഭാവം അയയും. സമയം അലിഞ്ഞില്ലാതാകും. നിങ്ങളുടെ സാന്നിധ്യം ആഴപ്പെടും. നിങ്ങളുടെ ഐഡന്റിറ്റി ദുർബലപ്പെടും. ശരീരത്തിനും ദൈവത്തിനും ഇടയിലുള്ള ഏറ്റവും നാരോ ആയിട്ടുള്ള വഴിയാണ് ശ്വാസം. അവിടെ നിങ്ങൾക്ക് ഒരു ബിൽഡിങ്ങിന്റെ ആവശ്യമില്ല. ഒരു ബിൽഡിങ്ങിന്റെ ആവശ്യമില്ല. ഒരു ആചാരത്തിന്റെ ആവശ്യമില്ല. പള്ളികളുടെയോ ചർച്ചുകളുടെയോ ക്ഷേത്രങ്ങളുടെയോ ആവശ്യമില്ല. ഞാൻ അതൊന്നും പോണ്ട എന്നല്ല പറയുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഒരാചാരത്തിന്റെ ആവശ്യമില്ല. അവിടെ അവബോധം മാത്രമാണുള്ളത്. അവിടെയാണ് അവബോധം. ശരീരത്തിനും ദൈവത്തിനും ഇടയിലുള്ള ഒരു ചെറിയ, ഏറ്റവും ചെറിയ പാത ആണ് ശ്വാസം. അവിടെ നിങ്ങൾക്ക് യാതൊന്നിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ ദൈവവുമായി, നിങ്ങളുടെ രക്ഷിതാവുമായി നിങ്ങൾക്ക് കണക്ട് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടെയാണ് കോസ്മിക് ബ്രീത്ത് എന്ന് പറയുന്ന സത്യത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വായു അകത്ത് പോകുന്നതും ഇറങ്ങുന്നതും നിങ്ങൾ ഡീപ്പായിട്ട് മനസ്സിലാക്കുന്നത് അതിലൂടെയാണ്. നാസാരന്ധ്രങ്ങളിൽ കൂടി ശ്വാസം എങ്ങനെയാണ് അകത്തേട്ട് പോകുന്നത്, വളരെ സ്ലോ ആയിട്ട് വളരെ പതുക്കെ പുറത്തേട്ട് വരുന്നത് നിങ്ങൾ അനുഭവിക്കുന്നത് അങ്ങനെയാണ്.
ആ അനുഭവത്തിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ മനസ്സിലാകുന്നത് പ്രപഞ്ചം നിങ്ങളിലൂടെ ശ്വസിക്കുന്നതായി നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ അത് ചെയ്യുന്നില്ല, അത് സ്വാഭാവികമായി സംഭവിക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ബ്രീത്ത് നിങ്ങൾ എടുക്കുന്നതല്ല. ഇൻഹെയിൽ എക്സെയിൽ എന്ന് പറഞ്ഞ് നിങ്ങൾ എടുക്കുന്നതല്ല. ശ്വാസം ഉള്ളിലോട്ട് നീട്ടി വലിച്ചോ, വലിക്കുന്നതല്ല. ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്. നിങ്ങൾ അത് ചെയ്യുന്നില്ല. പ്രപഞ്ചം നിങ്ങളിലൂടെ ശ്വസിക്കുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ അത് ചെയ്യുന്നില്ല. നിങ്ങൾ ശാസ്ത്രം പഠിക്കണോ? ഞാൻ സാധാരണക്കാരോടാണ് സംസാരിക്കുന്നത്. ഞാൻ വലിയ സയന്റിസ്റ്റുകളോടൊന്നും അല്ല സംസാരിക്കുന്നത്. ഞാൻ ഈ പാവപ്പെട്ട മനുഷ്യരോടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും സയന്റിസ്റ്റുകൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് പൊറുക്കണം. ഓക്കെ, ഞാനൊരു സയന്റിസ്റ്റ് അല്ല. ഞാന് വെറും സാധാരണ മനുഷ്യരോടാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് സയന്റിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ, ദാറ്റ് ഇസ് യുവർ പ്രൊഫഷൻ. ഞാൻ സാധാരണ മനുഷ്യരോടാണ് സംസാരിക്കുന്നത്. എൻ്റെ കയ്യിൽ ടെക്നോളജി ഇല്ല, എൻ്റെ കയ്യിൽ ശാസ്ത്രമില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല സത്യത്തില്. ആകെയുള്ളത് ഈ ശ്വാസം മാത്രമാണ്. ഏഹ് ഞാൻ ശരിക്കും പറയുക, വലിയ ബുദ്ധിയുള്ള ആളൊന്നും അല്ല. പ്രപഞ്ചം നിങ്ങളിലൂടെ ശ്വസിക്കുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത് സംഭവിക്കുകയാണ്, നിങ്ങൾ ചെയ്യുന്നതല്ല, അത് സംഭവിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ ശ്വസിക്കപ്പെടുന്നു എന്ന സത്യം, നിങ്ങൾ കരുതിയത് നിങ്ങൾ ശ്വസിക്കുന്നു എന്നാണ്. എന്നാൽ ശ്വാസം നിങ്ങളെ ശ്വസിക്കുന്നു എന്ന സത്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതില്ലെങ്കിൽ മനുഷ്യന് നിലനിൽക്കാൻ കഴിയില്ല. ശ്വാസം നിങ്ങളെ ശ്വസിക്കുന്നു എന്ന സത്യം, ഗാലക്സികളെ ചലിപ്പിക്കുന്ന സകല ഗാലക്സികളെയും, ഈ ഭൂമി ഉള്ള ഗാലക്സി അല്ല, സകല ഗാലക്സികളെയും ചലിപ്പിക്കുന്ന ശക്തിയാണ് നിങ്ങളുടെ ശ്വാസകോശത്തെ ചലിപ്പിക്കുന്നത് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നവരെ മനസമാധാനത്തിന്റെ ആ വഴി പൂർണ്ണമാവില്ല. ആ വഴി പൂർണ്ണമാവില്ല. ഗാലക്സികളെയും ഈ സകല ചന്ദ്രനെയും സൂര്യനെയും സകല ചരാചരങ്ങളെയും ചലിപ്പിക്കുന്ന സകല ഗാലക്സികളെയും, അതായത് ഒരു നിമിഷം പോലും തിരിച്ചു വരാതെ അത്രയും വലിയ വലിപ്പമുള്ള ഗാലക്സി, ഒരു നിമിഷം പോലും തിരിച്ച് റിട്ടേൺ വരുന്നില്ല ഒരു തവണ വന്ന സ്ഥലത്തേട്ട്. ആ അതിനെ ചലിപ്പിക്കുന്ന അതേ ശക്തിയാണ് നിങ്ങളുടെ ശ്വാസകോശങ്ങളെ ചലിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ലെയറുകളുള്ള ഹൃദയത്തെ ചലിപ്പിക്കുന്നത് അതാണ്, അല്ല ഓട്ടോമേറ്റഡ് ആണ്, അല്ലാതെ നിങ്ങൾ ചലിപ്പിക്കുന്നതല്ല. അപ്പോഴേ നിങ്ങൾക്ക് ശ്വാസത്തെക്കുറിച്ച് ബോധവാന്മാരാകാൻ കഴിയുള്ളൂ. ഓരോ നിമിഷവും ഓരോ നിമിഷവും ഓരോ സൃഷ്ടാവിന്റെ മുമ്പിൽ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ മുമ്പിൽ തലകുനിക്കുക എന്നതാണ് ഒരു ശ്വാസം. അവിടെയാണ് നിങ്ങളുടെ നിങ്ങളുടെ തലകുനിക്കൽ. പോണുണ്ടോ? ശ്വാസം പോവാ. ശാസ്ത്രത്തെക്കുറിച്ച് ബോധവാന്മാരാകുന്ന ഓരോ നിമിഷവും സൃഷ്ടിപ്പിന്റെയും സൃഷ്ടാവിന്റെയും മുന്നിൽ തലകുനിച്ചു പോവാണ്. ഓരോ ശ്വാസോച്ഛ്വാസവും ഒരു കൃപയാണ്. അത് മനസ്സിലാക്കണം. ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാതയാണ്. ഓരോ ശ്വാസോച്ഛ്വാസവും ഒരു ഗ്രേസ് ആണ്. ഓരോ ശ്വാസോച്ഛ്വാസവും ഒരു സമർപ്പണമാണ്. രണ്ട് ശ്വാസങ്ങൾക്കിടയിൽ രണ്ട് ശ്വാസങ്ങൾക്കിടയിൽ ദൈവം നിശബ്ദനായി നിങ്ങളെ കാത്തിരിക്കുന്നു. ദൈവം നിശബ്ദമായി, നിശബ്ദനായി അല്ല, നിശബ്ദമായി. ശബ്ദനായി അല്ലെങ്കിൽ നിശബ്ദളായി എന്നൊന്നും പറയാൻ പറ്റൂല. രണ്ട് ശ്വാസങ്ങൾക്കിടയിൽ ദൈവം നിശബ്ദമായി കാത്തിരിക്കുന്നു. അത് തിരിച്ചറിഞ്ഞോ ഇഷ്ടമുള്ള വിശ്വസിച്ചാൽ മതി. ഇല്ലാതെ ഇവിടെ ഒരു ബലപ്രയോഗവും ഇല്ല, ഒരു നിർബന്ധവും.
നിങ്ങൾക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, മറ്റുള്ളവരല്ല. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, മറ്റുള്ളവരല്ല. ഞായറാഴ്ച ദിവസം ലീവ് എടുക്കണോ വേണ്ടയോ? ഒരു 41 ഡേയ്സ്, ഒരു 21 ഡേയ്സ് ഇരിക്ക് എന്ന് പറയുമ്പോൾ ഞായറാഴ്ച ദിവസം ലീവ് എടുക്കാൻ തോന്നുന്നത് ലീവ് എടുക്കണം. കാരണം അവർക്ക് അത്രേ കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളൂ. ഉം. ആ. അത് നിങ്ങള് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരു ശ്വാസം ഒരിക്കലും നിലയ്ക്കുന്നില്ല, അതുപോലെ തന്നെ ഈ പാതയും ഒരിക്കലും നിലയ്ക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിപ്പോ ഞാനിവിടെ വന്നിരുന്നാലും ശരി, ഇരുന്നില്ലെങ്കിലും ശരി, ഞാൻ ഈ പ്രോഗ്രാം നടത്തിയാലും നടത്തിയില്ലെങ്കിലും ശരി, നിങ്ങൾ എത്രത്തോളം പെർഫെക്റ്റ് ആയി, നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ വാക്ക് കേൾക്കുന്നുണ്ട്, നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ മാത്രം വാക്ക് കേൾക്കുന്നുണ്ട്. കീ താക്കോല് നിങ്ങളുടെ ഉള്ളിൽ കയ്യിലാണ്. താക്കോല് നിങ്ങളുടെ കയ്യിലാണ്. ശ്വാസകോശത്തിൽ ഒരു അർത്ഥമുണ്ട്. നം തീർച്ചയായും ഞാനൊരു LKG സ്റ്റുഡന്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ പ്രപഞ്ച സത്യത്തെ കുറിച്ച് നമുക്ക് എന്തറിയാം? ഒരു LKG സ്റ്റുഡന്റിന് ഇത്ര അറിയാമെങ്കിൽ അപ്പൊ പ്രപഞ്ച സത്യം എവിടെയാണ്? ഇനിയും എത്രയോ ദൂരം മുന്നോട്ട് പോകാനുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗാലക്സിയുടെ വലിപ്പം എത്രയാണ്? നമുക്കൊരു ഗാലക്സി താണ്ടാൻ എത്രയോ പ്രകാശ വർഷം വേണം. അപ്പൊ നമ്മൾ ലേറ്റായി മാറിയാൽ പോലും കോടിക്കണക്കിന് വർഷം വേണം. അപ്പൊ ആ പ്രകാശത്തെക്കാൾ വേഗതയിൽ, പ്രകാശ വേഗതയിൽ എന്നല്ല പറഞ്ഞിട്ടുള്ളത്, പ്രകാശത്തെക്കാൾ വേഗതയിൽ, അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് പറഞ്ഞാണ്. പ്രകാശത്തെക്കാൾ വേഗതയിൽ. പ്രകാശമാണ് ഏറ്റവും വലിയ വേഗത. അല്ലെങ്കിൽ ഇച്ചിരിയുടെ വേഗത കൂടി എന്തെങ്കിലും ഒന്നുകൂടെ കണ്ടുപിടിച്ചു എന്ന് വെച്ചോ. അതിനേക്കാൾ വേഗതയിൽ എന്ന് പറയുമ്പോൾ ആ വേഗതയാണ് നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഉണ്ടാവേണ്ടത്. അത് ലോജിക്കായിട്ട് ഒബ്ജക്റ്റീവായിട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം മനുഷ്യൻ ഒബ്ജക്റ്റീവായി നിൽക്കുകയാണ് അവിടെ. അവിടെ ശ്വാസത്തെക്കുറിച്ചും നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയെക്കുറിച്ചും ഈ മനസ്സിന് നിമിഷ നേരം കൊണ്ട് ലോകത്തെവിടെയും എത്താൻ കഴിയുള്ള പവറിനെ കുറിച്ചും ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അത് എല്ലാം ആ ബ്രെയിനില് എന്ന് പറയുന്ന ആ ഖരാവസ്ഥയിലുള്ള ശരീരത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ മാറി 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 വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ വൈബ്രേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. തുടർച്ചയായി എൻ്റെ ഒപ്പം ഇരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ 100% യു ക്യാൻ ഫീൽ ദ വൈബ്രേഷൻ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറ. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾ ഫീൽ ചെയ്യത് എന്താണെന്ന്. അത് ഓരോരുത്തർക്കും സ്പെഷ്യലായി വരുന്നതാണ് ആ വൈബ്രേഷൻ. അതും ഡിഫറെന്റ് ആണ്. കാരണം ഒരാൾക്കും ഒരാളെ പോലെ അവരുടെ കർമ്മങ്ങളിൽ യോജിച്ചെത്താൻ കഴിയില്ല. എല്ലാം ഡിഫറെന്റ് വേയിലൂടെയാണ് എല്ലാവരും സഞ്ചരിച്ചെത്തുന്നത്. ഡിഫറെന്റ് വേയിലൂടെ ഡിഫറെന്റ് കർമ്മങ്ങൾ ചെയ്ത് ഡിഫറെന്റ് ആയ സമയത്ത് ഇതിനെ തിരിച്ചറിഞ്ഞ് ആ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് അതുവരെ ചെയ്ത പാവങ്ങളും പുണ്യങ്ങളും എല്ലാം, പാവവും പുണ്യവും എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ജീവൽ വൃക്ഷത്തെ പഠിക്കുന്നത്. അല്ലാതെ പാപങ്ങൾ മാത്രം ഉപേക്ഷിച്ച് പുണ്യം റൈസ് ചെയ്തിട്ടല്ല. അങ്ങനെ പറ്റൂല. അത് നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചു വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എന്തോരം പുണ്യാർമ്മങ്ങൾ നിങ്ങൾ ചെയ്തു. നിങ്ങൾക്ക് ഏറ്റവും വിഷമം വന്ന ഘട്ടത്തിൽ ഞാൻ ചെയ്തു നോക്കി, ഒന്നും നടന്നില്ല, ഒരു കാര്യവും നടന്നില്ല.
എന്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമം വന്ന ഘട്ടത്തിൽ എന്നെ കൊണ്ട് കഴിയുന്ന പുണ്യങ്ങളും എന്നെ കൊണ്ട് കഴിയുന്ന അത്രയും ദാനങ്ങളും ഒക്കെ ഞാൻ ചെയ്തു നോക്കി. ഒന്നും സംഭവിച്ചില്ല. ഞാൻ മാറിയിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? അല്ല, നിങ്ങൾ എത്രത്തോളം കൊണ്ടുപോയി പൈസയും കൊണ്ടുപോയി കൊടുത്ത് എന്തെല്ലാം ദാനം ചെയ്തിട്ട് എന്ത് കാര്യം? നിങ്ങൾ നിങ്ങളെ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. നിങ്ങൾക്കൊരു നന്മ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഒരു റാബിറ്റ് ആയിട്ട് ജനിക്കാൻ പറ്റുമായിരിക്കും. ഒരു നല്ല മനുഷ്യനായി എല്ലാം അനുഭവിച്ച് എല്ലാ ഗുണങ്ങളും അനുഭവിച്ച് ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ സ്വർഗത്തിൽ ജീവിക്കാൻ പറ്റുമായിരിക്കും. വാട്ട് ഡിഫറൻസ്? എന്ത് ഡിഫറൻസ്? എന്ത് ഡിഫറൻസ്? ഈ ഒരു വഴിയിൽ മാത്രം നിങ്ങൾ അത്യാഗ്രഹം, ഏത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം, ലക്ഷ്യത്തിലേക്ക് മാത്രം അത്യാഗ്രഹം വേണം നിങ്ങൾക്ക്. അതാണ് നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഷീപ്പായിട്ട് ജനിക്കും, ഒരു മൃദുവായ ഒരു ആടിനെ പോലെ. എല്ലാം ലഭിക്കും, ചുറ്റും സമ്പത്ത്, നല്ല സന്തോഷം, നല്ല സമാധാനം, മരണം വരെ. എന്ത് പ്രയോജനം? ഇഷ്ടം പോലെ തരുണീമണികളാണ് തരുണീമണികൾ, പുരുഷന്മാരാണ് പുരുഷന്മാർ. അതൊക്കെയല്ലേ ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക്. നിങ്ങളുടെ മക്കൾക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ആവശ്യത്തിന് പൈസ, ഇഷ്ടം പോലെ സന്തോഷം, ഇഷ്ടം പോലെ സമാധാനം. അവരവരുടെ പാട്ടിന് ഇങ്ങനെ നടക്കുന്നു, എല്ലാം ഉണ്ട്. എവരിത്തിങ് ഒരു വഴിക്കല്ലേ വേറൊരു വഴിക്ക് അവർക്ക് അത് കിട്ടുന്നുണ്ട്. ആ ഒരു ചക്രത്തിലേക്ക് വന്ന് വീഴാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്നാൽ ഒന്നും കിട്ടുന്നില്ല. എന്നാൽ ഒന്നും കാരണം അത് ആ മെറ്റീരിയലിസ്റ്റിക് ആയ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള അതിനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. സ്വർഗ നരകങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നത് ഒബ്ജക്റ്റീവ് ബേസ് ചെയ്തിട്ടാണ്. ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള നിങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. കാരണം അത് ആവശ്യമാണ്. ഒരു കാലഘട്ടത്തിലെ മനുഷ്യർക്ക് അത് ആവശ്യമായിരുന്നു. വെറും ക്രൂരന്മാരായ, സ്വന്തം മക്കളെ വരെ ഒരു കാരുണ്യവുമില്ലാതെ കുഴിച്ചു മൂടിയിരുന്ന, ചുമ്മാ ഒരു വാക്ക് തർക്കത്തിന് പരസ്പരം വാളെടുത്ത് വലിയ യുദ്ധങ്ങൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നൂറുകണക്കിന് മനുഷ്യരെ കൊന്നിരുന്ന, പെൺകുട്ടി ഉണ്ടായാൽ ഉടനെ കുഴിച്ചു മൂടിയിരുന്ന, അത്രയും നീചന്മാരും ദുഷ്ടന്മാരുമായ ഒരു സമൂഹത്തെ തെളിയിച്ചെടുക്കാൻ ഈ സ്വർഗം ആവശ്യമാണ്. പക്ഷെ ഒരു 2000 വർഷം കഴിഞ്ഞിട്ട് മനുഷ്യൻ അത് മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഖേദകരമാണ്. അത്രേ നമുക്ക് പറയാനുള്ളൂ. വളരെ ഖേദകരമാണ്. ഇതെല്ലാം ഓപ്പൺ ആകും, ഇതെല്ലാം നിങ്ങളുടെ മുമ്പിൽ തെളിയും എന്ന് പറഞ്ഞിട്ടും ആ തെളിയിച്ച് നിങ്ങൾ അത് എടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഇതെല്ലാ രഹസ്യങ്ങളും നിങ്ങളുടെ മുന്നിൽ തെളിയും എന്ന് പറഞ്ഞിട്ടും അത് തെളിയിച്ചെടുക്കാൻ വേണ്ടി ഇപ്പോഴെങ്കിലും ഇനിയെങ്കിലും പരിശ്രമിക്കൂ. അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് അന്വേഷിക്കൂ. ഇപ്പൊ കണ്ടില്ലേ, എന്റെ മുമ്പിൽ ഇന്ന ഇത് വന്നു എന്ന് പറഞ്ഞില്ലേ? അത് വരും. എന്റെ മുമ്പിൽ ആ പുസ്തകം വരും, എന്റെ മുമ്പിൽ ആ അറിവ് വരും. നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ടത്. നിങ്ങൾ വേണ്ട രീതിയിൽ കാണാത്തത് കൊണ്ടാണ്. നമ്മുടെ ഇതിൽ സ്ഥിരം ഫോളോ ചെയ്യുന്ന ഈ ഒരു 1000 അല്ലെങ്കിൽ 1000 ചില്ലാനും ആളുകൾക്ക് അവരുടെ മുമ്പിലുണ്ട് ഇത്. അതിനി എങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരിക? ഉം? എനിക്കറിയില്ല. നിങ്ങളുടെ മുമ്പിലുണ്ടത്, ആ സത്യം. ആവശ്യമുള്ളവർക്ക് അത് മനസ്സിലാവും. ഇനി അത് ഒരാളല്ല, നിങ്ങളുമാണത്. നിങ്ങൾ എന്താണോ അതാണ് അതും. നിങ്ങൾ എങ്ങനെ കാണുന്നുവോ അത് അങ്ങനെയാണ്. എങ്ങനെ കാണലും കാണാം നിങ്ങൾക്ക്. അത്ര ഫ്ലെക്സിബിൾ ആണിത്. അത്ര ഫ്ലെക്സിബിളാ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കാണാം. ദുഷ്ടനായിട്ടും കാണാം, സ്നേഹമായിട്ടും കാണാം. ഉം. ഉള്ളിൽ നിങ്ങളുടെ ആ ഉള്ളിൽ നിങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള രൂപം ഒക്കെ ആയിട്ട് അതിനെ കാണാൻ പറ്റും.
നിങ്ങൾ ശ്രമിച്ചാൽ അതും കാണാൻ പറ്റും. ഇനി ആ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് ഒരു ടെക്നോളജിയുടെ ആവശ്യമില്ല. ഒരു ടെക്നോളജിയുടെ ആവശ്യമില്ല. നിങ്ങൾ ശ്രമിച്ചാൽ മാത്രം മതി. സത്യസന്ധമായി നിങ്ങൾ വിട്ടുകൊടുത്തിട്ട് ശ്രമിക്കുക. എന്താണ് സത്യം, എനിക്കൊന്ന് അറിയണം എന്ന് പറഞ്ഞ് പൂർണ്ണമായും ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ എല്ലാം സമർപ്പിച്ച് ലോജിക്കുകളെ സമർപ്പിച്ചാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് പോലും നിങ്ങളുടെ മുമ്പിൽ അത് വരാൻ താമസം ഉണ്ടാവില്ല. നിങ്ങൾ കണ്ടിരിക്കും അത്. ഞാൻ പറയുന്ന ഒന്ന് ശ്രമിച്ചു നോക്ക് നിങ്ങള്. അപ്പോൾ ആ കോൺഷ്യസ്നെസ്, അതാ വരാൻ പോകുന്ന യുഗത്തിന്റെ കോൺഷ്യസ്നെസ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വരാൻ പോകുന്ന വരാൻ പോകുന്ന കാലത്തിന്റെ കോൺഷ്യസ്നെസ് എന്താണ്, ആ കോൺഷ്യസ്നെസ് മസ്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ആ ആ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഒരിക്കലെങ്കിലും വന്നിരിക്കും. ഇനി വരാനുള്ളത് ആ ഒരു കോൺഷ്യസ്നെസ് കൂടെ ഉള്ളൂ. അതും നിങ്ങൾ മനസ്സിലാക്കണം. സ്നേഹത്തിന്റെ, പൂർണ്ണ സ്നേഹത്തിന്റെ ഒരു കോൺഷ്യസ്നെസ് അതേ വരാനുള്ളൂ ഇനി. വേറെ എല്ലാം വന്ന് നമ്മൾ പരീക്ഷിച്ചു നോക്കി, അതിലൊന്നിനും നമുക്ക് വിജയിക്കാൻ പറ്റിയില്ല. ഇനി ആ വരാനുള്ള ഒരൊറ്റ കോൺഷ്യസ്നെസ്സേ ഉള്ളൂ. വേഗം വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ആർക്ക്? ആദ്യം നിങ്ങൾ റെഡി ആവണമെന്ന്. നിങ്ങൾ സ്വീകരിക്കാൻ റെഡിയാവാത്തത് എന്തേ? നിങ്ങൾ സ്വീകരിക്കാൻ റെഡിയാവാത്തത് എന്തേ? ഞാൻ കുറെ വർഷമായി ഈ അന്വേഷണത്തിലാണ്. ഞാൻ അതിനു വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാരും റെഡിയാവുക, അപ്പൊ വരും. എല്ലാരും റെഡി ആണെങ്കിൽ ഒരു സാധനം വരാതിരിക്കില്ല, അല്ലേ? എല്ലാവരും അതിന്റെ ആവശ്യക്കാരായി മാറിക്കഴിഞ്ഞാൽ അത് വരും. കാറിന് എല്ലാവർക്കും ആവശ്യമായി, കാറ് വന്നു. ബൈക്കായിരുന്നു ആദ്യം ആവശ്യമെങ്കിൽ സൈക്കിളായിരുന്നു ആദ്യം ആവശ്യമെങ്കിൽ സൈക്കിൾ വന്നു. കുതിരയായിരുന്നു ആവശ്യമെങ്കിൽ കുതിര വന്നു. എന്താണ് നിങ്ങൾക്ക് ആവശ്യം? അതിലേട്ട് തിരിച്ചു വരിക. എന്താണോ ആവശ്യം എന്നതിലേട്ട് മനുഷ്യൻ തിരിച്ചു വന്നാൽ അത് വരും. നമ്മൾ റെഡിയായോ എന്ന് നമ്മൾ റെഡിയായോ എന്ന് പരീക്ഷിക്കും. പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഈ വരുമ്പോ കൂടെ നിൽക്കുവോ ചാടി ഓടുവോ എന്നൊക്കെ അറിയണ്ടേ? അപ്പൊ അത് ചെറിയ ചെറിയ ടെസ്റ്റ് ഡോസിലൂടെ പരീക്ഷിക്കും. മനസ്സിലാകണ്ടോ ഞാൻ പറഞ്ഞത്? റെഡിയായി എന്ന് നാവ് കൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, എഴുതി ടൈപ്പ് ചെയ്തിട്ടിട്ട് കാര്യമില്ല. എക്സാമിനേഷൻ ഉണ്ടാകും. കാരണം വരാൻ പോകുന്നത് അത്ര വലിയൊരു കോൺഷ്യസ്നെസ്സും ഒരു യുഗത്തിന്റെ മാറ്റവുമാണെങ്കിൽ ആ യുഗത്തിൽ നിങ്ങൾ എവിടെയായിരിക്കും, ഏത് സ്റ്റാൻഡിലായിരിക്കും എന്ന് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ മുമ്പില് അത് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ വഴി കാണിച്ചു തരാൻ ചെറിയ ചെറിയ ആളുകൾ വരും. ഒരു സാധാരണക്കാരൻ വരും. വലിയ സംഭവമൊന്നും ഉണ്ടാവൂല. നീട്ടി വരച്ചതും നീട്ടിക്കെട്ടിയതും ഉം, നീട്ടി കഴുത്തി തൂക്കിയതൊന്നും ഉണ്ടാവില്ല. നീട്ടിക്കെട്ടിയതും നീട്ടി വരച്ചതും നീട്ടി കഴുത്തി തൂക്കിയതും ഉണ്ടാവില്ല. ഒരു സാധാരണ ഒരു മനുഷ്യൻ. അങ്ങനെ ചിലരൊക്കെ വരും. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, പഴയ ആൾക്കാർ തന്നെയാണോ എന്നറിയാൻ. പഴയ ആളുകളില്ലേ, പിടിച്ച് ആണിയടിച്ച് ആൾക്കാര്, അവര് തന്നെയാണോ ഇപ്പോഴും ഉള്ളേ? അത് ഇവർക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് അറിയണ്ടേ? ഉം? മാറ്റം വന്നിട്ടുണ്ടോ?
എന്നറിയണ്ടേ? അത് ഉറപ്പായും വരും. അവിടെ നിങ്ങൾക്ക് ശാശ്വതമായ സമാധാനം നിങ്ങൾക്ക് നേടിയെടുത്ത് നിങ്ങളുടെ ഫ്രീ ആയിട്ടുള്ള അമരത്വം, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിർവ്വാണ, മോക്ഷം, മോചനം, സ്വർഗം, ആ ആ ദൈവത്തിന്റെ വചിഹിലേട്ടുള്ള യാത്ര, അല്ലെങ്കിൽ ആ കർത്താവിൽ ലയിക്കുന്ന ദൈവരാജ്യത്തിലേട്ടുള്ള ലയനം, ഇതൊക്കെ വന്നെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തനി നിറം എങ്ങനെയാണ് എന്ന് നോക്കും. മുമ്പും ഉണ്ടായിരുന്നു കുറച്ചു പേര്, ആ കുറച്ചു പേർ മാത്രമായിരുന്നു. പക്ഷേ ആണി അടിക്കുന്ന സമയത്ത് കുറച്ചു പേര് ഒഴിവായി, എല്ലാരും മാറിയുന്നു. മനസ്സിലായില്ലേ? ഇനി ഇതെല്ലാം വിട്ട് നിങ്ങൾ അതിനോട് ചേരുന്നുണ്ടോ എന്നുള്ളത് കാലം പരിശോധിക്കും. കാലം പരിശോധിക്കാതിരിക്കില്ല ഒന്നും. കാലം എല്ലാം പരിശോധിക്കും, ടെസ്റ്റ് ചെയ്യും. നിങ്ങൾ ശിക്ഷിക്കുകയോ നിങ്ങളെ ദ്രോഹിക്കുകയോ ഒന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടാവണയാണ്. നന്മയും തിന്മയും ഒക്കെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്. പക്ഷെ ടെസ്റ്റ് ഉണ്ടാവും. ഒരു കുട്ടി എങ്ങനെ പാസ്സാവുക ടെസ്റ്റ് ഇല്ലാതെ? മനുഷ്യൻ എന്തിനാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്? ഒരു ചോദ്യമുള്ളത് കൊണ്ടാണ്. ആ ചോദ്യം പാസ്സാവാതെ എങ്ങനെയാണ്? മനുഷ്യനായിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഒരു ചോദ്യം ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ എന്തിനാ മനുഷ്യനായിട്ടിരിക്കണേ? ഞാൻ ആരാണ്, എന്തിനു വന്നു എന്ന ചോദ്യമുള്ള ടെസ്റ്റ് ഉണ്ട് അവിടെ. ആ ടെസ്റ്റ് മാത്രമാണുള്ളത്. ആ ടെസ്റ്റ് മാത്രമാണ് നിങ്ങൾക്കുള്ളത്. വേറൊരു ടെസ്റ്റ് ഇല്ല. അപ്പൊ ആ ടെസ്റ്റ് പാസ്സായോ നിങ്ങൾ? ആ ടെസ്റ്റ് പാസ്സാവാൻ റെഡിയാണോ നിങ്ങൾ എന്നുള്ള പരീക്ഷണം ഉണ്ടാവും, അല്ലേ? ആദ്യം ഇന്റേണൽ ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ മോഡൽ എക്സാം ഉണ്ടാവും. മോഡൽ എക്സാം കഴിഞ്ഞിട്ടേ എക്സാം വരുള്ളൂ. അത് മതി. നിങ്ങൾക്ക് ആ ദൈവത്തെ കുറ്റം പറഞ്ഞാൽ പോലും നിങ്ങൾ വിഷമിക്കരുത്. കാരണം അത് അവരുടെ യോഗമാണ്. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെയാണ് ഒരു മനുഷ്യനെ കുറ്റം പറഞ്ഞത്. ദൈവത്തെ കുറ്റം പറയുന്നത് എത്രയോ ആളുകൾ പറയുന്നു. നിങ്ങൾ അവരോടൊന്നും ബലപ്രയോഗത്തിനും മല്ലിടാനൊന്നും പോരുത്. പരസ്പരം പോരടിക്കുന്നതിൽ ഒരു പക്ഷവും നിങ്ങൾ പിടിക്കരുത്. ആരെയും നിങ്ങൾ മോശമായിട്ട് തള്ളി പറയുന്ന പരസ്യമായി പോയി എന്ന് നിങ്ങൾ വെല്ലുവിളിക്കരുത്. മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു പക്ഷം നിങ്ങൾ പിടിച്ച് പോരടിക്കരുത്. എല്ലാവരും മനുഷ്യരാണ് എന്ന സത്യം നിങ്ങൾ ഉൾക്കൊള്ളണം. അതാണ് നിങ്ങളുടെ ടെസ്റ്റ്. നിങ്ങൾ എത്രത്തോളം അത് സ്നേഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ എന്റെ ചെറുപ്പത്തില് ഞാൻ കളിച്ചിരുന്ന, ഞാൻ ഓൾമോസ്റ്റ് നല്ലൊരു സമയം അവിടെയായിരുന്നു. ഞാൻ ആ വീട്ടില് ജസ്റ്റ് അവിടെ കയറി ആ അമ്മച്ചീനെ കണ്ടു. അവർക്ക് എന്തൊരു സ്നേഹമാണ്, എന്തൊരു സ്നേഹം. ഏഹ് അവരെന്നെ കാണാൻ കാത്തു നിൽക്കുമായിരുന്നു വരുന്ന വഴിക്ക്. അതൊന്നും തിരിച്ചറിയപ്പെടാതെ പോകരുത് നിങ്ങൾ. അവർക്കൊന്നും ആരോടും ഒന്നും ഇല്ല, എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. അവരുടെ മക്കളെ പോലെ. നിങ്ങൾ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചു, അതിന് ഉത്തരം ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. നല്ല സൂപ്പർ ആയിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് പറഞ്ഞു തരും. സൂപ്പർ ആയിട്ടുള്ള ആൻസർ. നിങ്ങളത് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ഷമ ഉണ്ടാവണം. നിങ്ങൾക്ക് കേൾക്കാൻ, ആ ആൻസർ കേൾക്കാനുള്ള ഒരു ക്ഷമ നിങ്ങൾക്ക് വേണം. ആൻസർ കേൾക്കാനുള്ള ഒരു ക്ഷമ, അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് കേൾക്കാനുള്ള ഒരു 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 ജസ്റ്റ് ഒരു ഗ്യാപ്പ്, ഒരു സൈലൻസ് ഗ്യാപ്പ്. ഈ സത്യം എപ്പോഴും നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു വിയോഗമില്ല. നിങ്ങൾ എപ്പോഴും യോഗത്തിലാണുള്ളത്.
പക്ഷെ ആ യോഗത്തിലുള്ള സത്യത്തെ കേൾക്കാനുള്ള ഒരു ക്ഷമയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ മനസ്സിങ്ങനെ ഓരോ ചോദ്യങ്ങളും ഓരോന്നുമായി ഇങ്ങനെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങളുടെ ചോദ്യങ്ങളുടെ ആൻസർ അപ്പൊ തന്നെ നിങ്ങളുടെ സത്യം നിങ്ങളുടെ ഉള്ളിൽ പറഞ്ഞു തരുന്നുണ്ടാവും. പക്ഷെ അത് കേൾക്കാൻ നിങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും? നിങ്ങൾ ഓൾറെഡി ക്വസ്റ്റ്യൻ എടുത്ത് ചോദിക്കും. ഞാൻ പറഞ്ഞില്ലേ ഒരിക്കൽ ഭഗവാൻ വിഷ്ണുവിന്റെ ഒരു കഥയുണ്ട്. അദ്ദേഹം ഭാര്യയുമായി സംസാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ചാടി എണീറ്റ് ഓടി. അപ്പൊ ഓടി പോയി അതേ സ്പീഡിൽ തിരിച്ചും വന്നു. അപ്പൊ ചോദിച്ചു, എന്തേ ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റ് ഓടിയിട്ട്? അല്ല, ഒരു ഭക്തൻ വിളിച്ചു. ഭക്തനൊന്നുമല്ല, ഒരാള് വിളിച്ചു. ഞാൻ പെട്ടെന്ന് പോയതാണ്. അപ്പോ പെട്ടെന്ന് ചെന്നപ്പോ എനിക്ക് എന്റെ ആവശ്യം ആൾക്കില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഒന്നുകൂടി ഒന്ന് വ്യക്തമായിട്ട് പറയാമോ, എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാനവിടെ ചെന്നപ്പോ ഒരാളെ ആൾക്കൂട്ടം ആക്രമിക്കുകയാണ്, അയാൾ ഭഗവാനേ എന്ന് വിളിച്ചോണ്ട് ഓടുകയാണ്. ഈ ഭഗവാൻ വന്ന ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു 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 ക്ഷമയുടെ ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പ് കഴിയുമ്പോ ഭഗവാൻ അവിടെ എത്തുന്ന സമയത്തെടുത്തോളും ഇയാള് കല്ലെടുത്ത് അവരെ എറിയുകയാണ്, ഈ ജനക്കൂട്ടത്തെ. ആൾക്കാർ പിടിച്ച് ശരിയാക്കി. അപ്പൊ അവന് മനസ്സിലായി, അതുകൊണ്ട് ഇനി എന്റെ സഹായം അവന് ആവശ്യമില്ല എന്ന് പറഞ്ഞ് തിരിച്ചുപോയി. ഇതാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്നും ആ സത്യം നിങ്ങളോട് സംസാരിക്കുന്നതിനുള്ള ഒരു ഗ്യാപ്പ്, ഒരു ക്ഷമ. ക്ഷമ മാത്രം, വേറെ ഒന്നും നിങ്ങൾ പരിശീലിക്കണ്ട. എന്താണ് ഇത് നിനക്ക് കുഴപ്പമില്ല, ഈ പ്രശ്നം കുഴപ്പമില്ല നിനക്ക്. ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ ഫേസ് ചെയ്യാണ്, പ്രശ്നം കുഴപ്പമില്ല. നീ കൂളാവാദ്യം, കൂളാവ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അത് സംഭവിക്കേണ്ടതാണ്, അത് നിനക്ക് മാറ്റാൻ കഴിയുന്നതല്ല എന്ന് പറയുന്ന സത്യം നിങ്ങളോട് പറയുന്നത് കേൾക്കാതെ വയലന്റ് ആയി ചാടി കരഞ്ഞ് ബഹളമുണ്ടാക്കി ഒച്ചപ്പാടുണ്ടാക്കി ഒരിക്കലും നിങ്ങൾ അത് ചെയ്യരുത്. പക്ഷെ അത് അങ്ങനെ ചുമ്മാ വരുന്നതല്ല ആ ക്ഷമ. ആ ക്ഷമ വരുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് എന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് ആ ക്ഷമ കിട്ടുന്നുണ്ടാകും. അതെങ്ങനെയാ, നിങ്ങൾ ബോധപൂർവം ഉണ്ടാക്കിയതാ? അല്ല. അതാണ് ഈ ഹ്യൂമൻ ടെക്നോളജി പഠിപ്പിക്കുന്ന സാധനം. അത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതല്ല, ഓട്ടോമാറ്റിക്കലി നിങ്ങളിലേക്ക് വന്നു ചേർന്നതാണ് അത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്ഷമയുണ്ട്, വരാ വന്നോ, ആ ഓക്കെ, അതിങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായില്ല, ആ ഓക്കെ. അതിനെ അവധാനതയോടുകൂടി അതിനെ കാണുവാനും അവബോധത്തോടു കൂടി അതിനെ വീക്ഷിക്കുവാനും പതിയെ അതിന്റെ തീരുമാനങ്ങൾ എടുക്കുവാനും ഒക്കെയുള്ള ഒരു ഒരു സീക്രട്ട് അതാണ് പകർന്നു തരുന്നത്. ഓക്കെ, എന്നാ നിവർന്നിരുന്നോ.